ഈ എയർപോർട്ടിനകത്ത് നിന്ന് കഴിയുമ്പോൾ ഇതിനകത്ത് പെട്ടെന്ന് കായ്ക്കും, നല്ല ഗ്രോത്തുമാണ്. അതുപോലെ കായ്കളും കൂടുതലുണ്ടാവും. ഇതിന് നല്ല ഗ്രോത്ത് ഉണ്ടല്ലേ? അത് ഓറഞ്ചാണ്. പക്ഷെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ല. കാലാവസ്ഥയ്ക്ക് എന്ന് വെച്ചാൽ നമ്മൾ നന കൂടുതൽ ശ്രദ്ധിക്കണം. ഒരു ദിവസം പോലും വെള്ളം ഒഴിക്കാതിരിക്കാൻ പറ്റില്ല. ഇതികൂടി മണ്ണൊക്കെ ഒഴിച്ചു പോകും. അത് പോവില്ല. ആവശ്യത്തിനുള്ള മോയ്സ്ചർ അതിനകത്ത് നിൽക്കും. അപ്പോൾ ഈ ഫൈറ്റ് ഓഫ് തോറ അങ്ങനെ വേരുകളിൽ നിന്ന് വരുന്ന രോഗങ്ങൾ ഉണ്ടാവില്ല. നല്ല വളർച്ച ഉണ്ടാവും. പിന്നെ എയർ കൂടുതൽ കിട്ടും. അതിപ്പോ ഓക്സിജൻ തേടി വേരുകൾ ഇങ്ങനെ വരുന്ന കട്ടായി പോകും. അത് ഉള്ളിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരില്ല. നല്ല വളർച്ച കൂടുതലുണ്ട്. ഇത് ഈ ചെടി ഇപ്പം നിലത്ത് നട്ട് കഴിഞ്ഞാൽ അതിന്റെ പകുതി വളർച്ച ഉണ്ടാവുള്ളൂ. ഈ എയർപോർട്ടിന് എത്ര ആയുസ് ഉണ്ടാവും അപ്പൊ? അത് ലോങ് ലൈഫ്, പെട്ടെന്ന് അങ്ങനെ പോവില്ല. അതെ, അത്രയും സ്ഥലം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ മണ്ണുകളൊക്കെ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഭാഗമാണ് ബ്ലാങ്ക് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴെ എയർ കിട്ടാൻ വേണ്ടി. ഇതിന്റെ അടി കണ്ടില്ലേ? അടിയിലും ലോക്കാണ്. ഇതുപോലത്തെ ഐറ്റങ്ങൾ, ഈ ജബോട്ടിക്കാബ ഐറ്റങ്ങളൊക്കെ ഇതിനകത്ത് നട്ട് കഴിഞ്ഞാൽ നമുക്കത് നല്ല റിസൾട്ടാണ് കിട്ടും. ഇപ്പൊ കായ്ച്ചിട്ടുണ്ടല്ലേ? കായ്ച്ചു തുടങ്ങി. 2.5 വർഷമായി. തൈകളൊക്കെ പെട്ടെന്ന് വലുതാക്കി എടുക്കാനായിട്ട് എയർപോർട്ട് യൂസ് ചെയ്യാം.